നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തമ്പനിയിൽ കണ്ട പോലെ തന്നെ കീമിന് റാങ്ക് വളരെ കുറവായിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവും, അതായത് നിങ്ങൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് എങ്ങനെ കീമിൽ നേടിയെടുക്കുക എന്നുള്ളത്. ഇതിനായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മോപ്പപ്പ് റൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ട് നീണ്ടു കിടക്കുകയാണ് നമ്മുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊസീജിയറിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ മിക്ക വിദ്യാർത്ഥികളും ഇപ്പോൾ ആദ്യത്തെ ഒരു 5000 റാങ്കിനകത്ത് വന്ന മിക്ക വിദ്യാർത്ഥികളും എൻട്രൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തവരായിരിക്കും, JEE നീറ്റ് പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തവരായിരിക്കും. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്കായിരിക്കും കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത്. ഇനി ആ ഒരു JEE നീറ്റിൻ്റെയൊക്കെ ചോയ്സ് ഫില്ലിങ്ങും അതുപോലെ തന്നെ സീറ്റ് അറേഞ്ച്മെൻറ്റും അലോട്ട്മെൻറ്റും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം അങ്ങോട്ടേക്ക് പോകും. സ്വാഭാവികമായിട്ടും എൻട്രൻസിന് താഴെ റാങ്കിൽ കിടക്കുന്നവർക്ക് മുകളിലേക്ക് വരാനും അതുപോലെ തന്നെ സീറ്റിലേക്ക് പ്രവേശനം കിട്ടാനുമുള്ള ചാൻസ് വഴി തുറന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ഒരു കീ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ്സ് കഴിയുന്നവരെ വെയിറ്റ് എന്നുള്ളതാണ്. അതായത് JEE അല്ലെങ്കിൽ നീറ്റിൻ്റെയൊക്കെ അലോട്ട്മെൻറ്റൊക്കെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറോൾ ഒരു കുറേ സീറ്റുകൾ ഒഴിഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. ഏത് കോളേജ്, നിങ്ങൾ ഏത് കോളേജിൻ്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ സീറ്റ് വേണ്ടത്, ആ ഒരു കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗവൺമെൻറ് കോളേജിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്ലേസ്മെൻറ്റ്, കോഴ്സ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഹോസ്റ്റൽസ് ഫെസിലിറ്റീസിനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വീഡിയോസും ചേർന്നിട്ടൊരു വീഡിയോ സെക്ഷൻ, ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഏത് കോളേജ് കിട്ടുമെന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഒരു ട്രെൻഡ്, അഡ്മിഷൻ്റെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയുന്തോറും കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ സയൻസിലോട്ടുള്ള കുട്ടികളുടെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീമിന് കമ്പ്യൂട്ടർ സയൻസിന് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. സോ ഒരു കോഴ്സിന് കോമ്പറ്റീഷൻ കൂടുമ്പോൾ മറുവശത്ത് മറ്റ് കോഴ്സുകളുടെ കോമ്പറ്റീഷൻ അവിടെ കുറയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് കോഴ്സ് മതി, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ടൊരു കോഴ്സ് എടുക്കേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, റാങ്ക് വളരെ താഴെയാണെങ്കിൽ കൂടിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കമ്പ്യൂട്ടർ സയൻസിന് ഓരോ വർഷം കഴിയുന്തോറും കോമ്പറ്റീഷൻ കൂടി വരികയാണ്. അതായത് നല്ല റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന ഒരു കോഴ്സായിട്ട് കമ്പ്യൂട്ടർ സയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം പല കോഴ്സുകൾ, ഉദാഹരണത്തിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ട്രിപ്പിൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ തുടങ്ങിയ കോഴ്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഓരോ വർഷം കഴിയുന്നതോറും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കുറഞ്ഞു വരികയാണ്. അതായത് കുറഞ്ഞ റാങ്ക് കിട്ടിയ സ്റ്റുഡൻസിനും ആ ഒരു കോഴ്സിന് കിട്ടുകയാണ്. അതിനർത്ഥം ആ ഒരു കോഴ്സുകൾ മോശമാണെന്നല്ല, ആ ഒരു കോഴ്സുകളെക്കാൾ അവസരവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയും കമ്പ്യൂട്ടർ സയൻസിന് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു കോഴ്സിലേക്ക് ഒരു ഒഴുക്ക് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിലേക്ക് ഒരു ഒഴുക്ക് വന്നതും ഈ ഒരു കോഴ്സുകളിലേക്കുള്ള ഒഴുക്ക് കുറഞ്ഞതും. സോ ആ ഒരു ഫ്ലോ മനസ്സിലാക്കിയിട്ട് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കീമിലെ തന്നെ ഏറ്റവും പ്ലാനിങ് ആയിട്ട് നിങ്ങൾ നീങ്ങേണ്ട ഒരു ഫേസാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിഞ്ഞു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, മോപ്പപ്പ് റൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് അനൗൺസ് ചെയ്യുന്നത്. സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓരോ കോളേജുകളും ഇൻഡിവിജ്വലായിട്ടായിരിക്കും നടത്തുന്നത്. ഗവൺമെൻറ് കോളേജസും പ്രൈവറ്റ് കോളേജസും എയ്ഡഡ് കോളേജസും എല്ലാം സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്താറുണ്ട്. ചില കോളേജുകൾ ഒരേ സമയം സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്താറുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇത് ഓഫ്ലൈൻ ആയിട്ടാണ് നടത്തുന്നത്. സാധാരണ അലോട്ട്മെൻറ്റ് പോലല്ല. സാധാരണ അലോട്ട്മെൻറ്റിന് കേരളത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഓൺലൈനിൽ ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനല്ല, കംപ്ലീറ്റ്ലി ഓഫ്ലൈനാണ്. സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് വയ്യാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ പേരൻറ്റോ റിലേറ്റീവ്സോ വേണ്ട രേഖകളുമായിട്ട് കൃത്യമായിട്ട് അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സീറ്റ് ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാ കോളേജുകളിലും ഒരേ സമയത്ത് പോയിട്ട് അഡ്മിറ്റ് ആവാനായിട്ട് പറ്റില്ല. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല. പല മികച്ച കോളേജുകളും ഒരേ സമയത്താണ്. ഇപ്പോൾ ട്രിവാൻഡ്രം, CET, ബാട്ടൺ ഹിൽ, അതുപോലെ തന്നെ TKM തുടങ്ങിയ കോളേജുകളൊക്കെ ഏകദേശം ഒരേ സമയത്ത് തന്നെ ആയിരിക്കും സാധാരണ രീതിയിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിന് പങ്കെടുക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റിന് 3 ചോയ്സാണ്. ഇതിൽ ഏതെങ്കിലും, പിന്നെ സപ്പോസ് റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും 3-ലും പങ്കെടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷേ ഇപ്പോൾ സിംഗിളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജ് ഓപ്റ്റ് ചെയ്ത് അവിടെ പോകേണ്ടതായിട്ട് വരും. സോ ബാക്കിയുള്ളവർക്ക് ഉള്ള അവസരം അവിടെ കൂടുകയാണ്. നിങ്ങൾക്ക് റാങ്ക് കുറവാണെങ്കിൽ കൂടിയും നല്ല കോളേജുകളിൽ ചിലപ്പോൾ നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് അവിടെ സ്പോട്ട് അലോട്ട്മെൻറ്റിന് കൂടുകയാണ്. അപ്പം സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക.
അങ്ങനെ സ്പോട്ട് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, നിങ്ങളിപ്പോഴും വേറൊരു കോളേജിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KTUവിൻ്റെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണയില്ല. അതായത് S3-ലോ S5-ലോ എങ്ങാണ്ടാണ് ആ ഒരു ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ വരുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. അതായത് നിങ്ങൾ കറൻ്റ്ലി ഒരു കോഴ്സിന് പഠിക്കുന്നു, അപ്പോൾ ഒരു കോഴ്സിന് ഒരു കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു കോളേജ് നിങ്ങൾക്ക് മടുത്തുന്നുണ്ടെങ്കിൽ, അതായത് വേറൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഉള്ള അവസരം KTU നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ഇതിനായിട്ട് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സ്പെസിഫിക് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊന്നും ഇത് കണക്ക് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നോംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഈ ഒരു KTU ഇൻ്റർ കോളേജ് ട്രാൻസ്ഫറിനുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിലോട്ട് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കീമിൻ്റെ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും. അതായത് നല്ല റാങ്ക് കിട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്താലും നിങ്ങളായിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് KTUവിൻ്റെ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ കൂടി പരിഗണിക്കാവുന്നതാണ്. സോ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കീം എഴുതിയ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യുക. സോ യു ആർ വാച്ചിങ് ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.